ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടൊരു വിഭവമായാലോ? തൈരിട്ട മുളകും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ 3 വഴുതനങ്ങയാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. ഇതൊന്ന് കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പുഴുക്കളുണ്ടാവും. വഴുതനങ്ങയിൽ അധികവും പുഴുവുണ്ടാവും. അതൊക്കെ നോക്കി വേണം കട്ട് ചെയ്യാൻ. പിന്നെ അധികം കനമില്ലാതോട്ട് വേണം, ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ, നമുക്ക് പൊരിക്കാൻ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, ഇനി ഒരു ഇച്ചിരി കറിവേപ്പില, ഒരു 3 ടേബിൾ സ്പൂണ് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇത് ഇച്ചിരി കട്ട തൈരാണ്. ഇതുപോലെ നമുക്കൊരു തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കണം. നമ്മൾ മിക്സിയിലൊന്നും അടിക്കണ്ട, ഇതുപോലെ ഇങ്ങനെ ഉടച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു ഈ തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് വഴുതനങ്ങ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് തൈര് എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ചൂടായ എണ്ണയിലേക്ക് ഒരു 4 പച്ചമുളക് നടുവേ മുറിച്ചതിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മുടെ മുളകൊക്കെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന തൈരിലേക്ക് അതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വച്ചേക്കുന്ന വഴുതനങ്ങ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മുടെ വഴുതനങ്ങ എല്ലാം വറുത്തെടുക്കാൻ. ഇതുപോലെ എല്ലാം ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിയുന്ന വരെ ഒന്ന് ക്രിസ്പി ആവണം. അതുവരെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാ സൈഡും മൊരിഞ്ഞ് കിട്ടണം. വഴുതനങ്ങ എല്ലാം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കോരി മാറ്റാം. ഈ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതുപോലെ ഒരു കഷ്ണം എടുത്ത് തൈരിലേക്കൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കണം. പക്ഷേ ഇത് തണുക്കാൻ പാടില്ല. തണുത്ത് കഴിഞ്ഞാൽ സ്വാദ് നഷ്ടപ്പെടും. നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ തണുപ്പ് കൊള്ളാതെ ഒരു പാത്രത്തിൽ അടച്ചിട്ട് വയ്ക്കണം. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. നോൺ വെജൊക്കെ കഴിക്കാത്തവർക്കൊക്കെ നല്ല ഒരു ചോറിന് കൂട്ടാനാണ്. ഇത് ചപ്പാത്തിക്കും പറ്റും. പിന്നെ ഈ തൈരില്ലാതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. വഴുതനങ്ങ മാത്രം ഫ്രൈ ചെയ്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.